ബീവി റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹദി അവറുകൾ പറയുകയാണ്, അർസലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത ആശുറ ഇലാ ഖുറൽ അൻസ്വാർ. അൻസ്വാറുകളായ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു നാട്ടിലേക്ക് ഒരു ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പറഞ്ഞയച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞു, മൻ അസ്ബഹ മുഫ്തിറൻ, നിങ്ങൾ ആ നാട്ടിലേക്ക് പോകണം. എന്നിട്ട് ആ നാട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ജനങ്ങൾ നോമ്പ് മുറിച്ചവരാണ് അല്ലെങ്കിൽ നോമ്പ് നോൽക്കാത്തവരാണ് എങ്കിൽ ഫൽയുത്തിമ്മ ബഖിയത യൗമിഹി, അവരോട് ഇംസാക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സമയം നോമ്പുകാരായി നിൽക്കാൻ വേണ്ടി പറയണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയോട് പറയുകയാണ്. അങ്ങനെ വമൻ അസ്ബഹ സ്വായിമൻ, അവിടെയുള്ളവരിലേക്ക് എത്തിയപ്പോൾ അവർ നോമ്പുകാരായിട്ടാണ് നിങ്ങൾ അവരെത്തിച്ചത് എങ്കിൽ ഫൽയസും, അവരോട് ആ നോമ്പിനെ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ പറയണം. എന്നിട്ട് മഹദി അവர்கள் പറയുകയാണ്, ഫകുന്നാ നസൂമുഹു ബഅദു വനുസവ്വിമു സിബിയാനന, അങ്ങനെ നമ്മൾ നോമ്പ് നോക്കുമായിരുന്നു. ആശൂറായുടെ ദിവസത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് മാത്രമല്ല, വനുസവ്വിമു സിബിയാനന, നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ നോമ്പ് നോൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ പരിശുദ്ധമായ ആശൂറായുടെ ദിവസങ്ങളിൽ, താസുആയുടെ ദിവസങ്ങളിലെല്ലാം നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണ്. നമുക്ക് മാത്രമല്ല, നമ്മളും നമ്മുടെ മക്കളോടും നോമ്പ് നോക്കാൻ പറയണം. നമ്മുടെ മക്കളും നോമ്പ് നോക്കുന്ന ആളുകളായി മാറണം. അങ്ങനെയുള്ള ദിവസങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും ചെറിയ പ്രായത്തിൽ തന്നെ മക്കളോട് പറയണം. ചിലർക്ക് അതൊക്കെ ഒരു വലിയ വിഷമുള്ള കാര്യമാണ്. എന്റെ മോൻ പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്നൊക്കെയാണ് ചിലരുടെ ധാരണ. അങ്ങനെ ഒരു ധാരണയും വേണ്ടതില്ല. മഹദി അവറുകൾ പറയുകയാണ്, നമ്മുടെ ചെറിയ മക്കളോട് നമ്മൾ നോമ്പ് നോൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് മാത്രവുമല്ല, നമ്മൾ പഞ്ഞി കൊണ്ട്, പരുത്തി കൊണ്ടുള്ള ഒരു കളിയുടെ ഒരു രൂപം, ഒരു കളിപ്പാട്ടം നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുക? ആ കളിപ്പാട്ടം, പരുത്തി കൊണ്ട് നമ്മൾ നിർമ്മിച്ച ആ കളിപ്പാട്ടം മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കരയും. സ്വാഭാവികമാണ്, നോമ്പ് നോൽക്കിയ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കരയുക. അങ്ങനെ കരയുന്ന സമയത്ത് ഈ പരുത്തി കൊണ്ടുണ്ടാക്കിയ ഈ കളിപ്പാട്ടം നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ട് നോമ്പ് തുറക്കുന്നത് വരെ, അതിന്റെ സമയമാകുന്നത് വരെ നമ്മൾ ആ മക്കളെ സമാധാനിപ്പിച്ച് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാറുണ്ടായിരുന്നുവെന്ന് മഹദിയായ റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ അവിടുന്ന് ലോകത്തോട് പറയുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ലോകത്തിനെ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് നാളത്തെ ദിവസം താസുആന്റെ ദിവസം, മറ്റന്നാൾ ഞായറാഴ്ച ആശൂറാന്റെ ദിവസം, അതിന്റെ പിറ്റേന്ന് തിങ്കളാഴ്ച 11 മുഹറം 11, അന്ന് നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണെന്ന് എന്ന് ഫത്ഹുൽ മുഈനിലടക്കം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നോമ്പ് നോൽപ്പിക്കണം. ഒന്നുമില്ലെങ്കിൽ താസുആന്റെയും ആശൂറാന്റെയും ദിവസം, പ്രത്യേകിച്ച് സ്കൂളില്ല, കുട്ടികൾക്ക് മദ്രസയില്ല, സ്കൂളുകളില്ല, ശനിയും ഞായറും നല്ല അവസരമാണ്. അതുകൊണ്ട് എന്റെ പരിപാടി കേൾക്കുന്ന ലോകത്തെമ്പാടുമുള്ള മദനിയും കുടുംബങ്ങളും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാവരും നമ്മുടെ മക്കളെ കൊണ്ടും നമ്മളും എല്ലാവരും നോമ്പെടുത്ത് ആ ദിവസം മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂലേ പരിശുദ്ധമായ മദീനയിലേക്ക് വരുമ്പോ അവിടെയുള്ള യഹൂദികൾ നോമ്പ് നോൽക്കുന്ന അവസ്ഥ അറിഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാണ് അവർ നോമ്പ് നോൽക്കുന്നത്? അവര് മൂസാ നബി അലൈഹിസ്സലാമിനോട് വലിയ ബന്ധമുണ്ടായത് കൊണ്ടാണ്, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ, അല്ല, മൂസാ നബി അലൈഹിസ്സലാമുമായി ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ യൗമുത് താസുആ, പരിശുദ്ധമായ മുഹറം 9 അന്നും ഞാൻ നോമ്പെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വളരെ പുണ്യമായ ദിനരാത്രങ്ങളാണ് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ ഏറ്റവും വലിയ ധിക്കാരിയായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ ഏറ്റവും
വലിയ ആക്രമണങ്ങളിൽ നിന്ന്, ധിക്കാരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയ പുണ്യമായ ദിനരാത്രങ്ങളാണ് താസുവായിന്റെയും ആശൂറായിന്റെയും ഒക്കെ ദിവസങ്ങളും ദിനരാത്രങ്ങളും സമയങ്ങളും. എല്ലാ നബിമാർക്കും അതുമായി ബന്ധപ്പെട്ട് ഓരോരോ കഥകൾ പറയാനുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ രക്ഷപ്പെടുത്തിയത്, യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ വേദനാജനകമായ രോഗം, ആ രോഗത്തിൽ അല്ലാഹു ശിഫ കൊടുത്തത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തത്, ഇതെല്ലാം ആ ദിനരാത്രങ്ങളിലാണെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെയൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് നമ്മളെല്ലാവരും ആ മഹത്തായ ദിവസങ്ങളിൽ കൂടുതൽ നമ്മൾ ഇബാദത്തിലേക്ക് എടുക്കുകയും മക്കളെ കൊണ്ടൊക്കെ നോമ്പ് നോൽപ്പിക്കുകയും നല്ല ഭക്ഷണം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ കുടുംബത്തിലൊക്കെ നല്ല വിശാലതയുണ്ടാക്കുകയും നല്ല മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത് അങ്ങനെയുള്ള നല്ല ഒരു ദിവസമായി പരിശുദ്ധമായ മുഹറം 9-ന്റെ ആശൂറായിന്റെ താസുവായിന്റെ ദിവസങ്ങളെ നമ്മളെല്ലാവരും ഭംഗിയുള്ളതാക്കി തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തായത് മുഹറം 10 അന്നാണ്. അവരോട് നമുക്ക് ഏറെ കടപ്പാടും ബന്ധവും സ്നേഹവും ബഹുമാനവുമുണ്ട്. മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടിയാണ്. അവരോടുള്ള സ്നേഹം എന്നോടുള്ള സ്നേഹമാണ്, അവരോടുള്ള ബഹുമാനം എന്നോടുള്ള ബഹുമാനമാണ്, അവരോടുള്ള ദേഷ്യം എന്നോടുള്ള ദേഷ്യമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അവര് വഫാത്തായ ദിവസം കൂടിയാണ്. ആ ഒരു നിലക്കുള്ള സ്നേഹവും ബഹുമാനവും അവരോട് പ്രകടിപ്പിച്ച് അവരുടെ പേരിൽ ഫാത്തിഹയും യാസീനും ഒക്കെ നമുക്ക് ഓതണം ഇൻഷാ അല്ലാഹ്. അതേ സമയത്ത് അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ പേക്കൂത്തുകളുണ്ട്, കുറെ അനാചാരങ്ങളുണ്ട്. അതിലൊന്നും നമ്മളാരും പെട്ടുപോയിട്ടില്ല. അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം.